നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ എല്ലാ ഒരുക്കങ്ങളും അവസാന ഘട്ടത്തിലാണ്, പൂർത്തിയായി വരികയാണ്. രാവിലെ 7 മണി മുതലാണ് വോട്ടെടുപ്പ് ആരംഭിക്കുക. വൈകുന്നേരം 6 മണി വരെ വോട്ടെടുപ്പ് നീണ്ടു നിൽക്കുകയും ചെയ്യും. വിപുലമായ സംവിധാനങ്ങളാണ് ഓരോ പോളിംഗ് ബൂത്തിലും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അതുപോലെ തന്നെ മറ്റ് ഉദ്യോഗസ്ഥ തലത്തിലെല്ലാം ഒരുക്കിയിരിക്കുന്നത്. ഞാനിപ്പോൾ ഉള്ളത് ഇരിട്ടിക്കടുത്ത് കുന്നോത്ത് സെന്റ് ജോസഫ് UP സ്കൂളിലെ ഒരു ബൂത്തിലാണ്. ഈ ബൂത്തിനൊരു പ്രത്യേകതയുണ്ട്. ജില്ലയിലാകെ 15 പോളിംഗ് സ്റ്റേഷനുകൾ പിങ്ക് പോളിംഗ് സ്റ്റേഷനുകളാക്കി തെരഞ്ഞെടുപ്പ് കമ്മീഷനും അതുപോലെ തന്നെ ബന്ധപ്പെട്ട അധികൃതരും അത് നിശ്ചയിച്ചിട്ടുണ്ട്. ആ 15 പിങ്ക് പോളിംഗ് സ്റ്റേഷനുകളിൽ ഒന്നാണ് കുന്നോത്ത് സെന്റ് ജോസഫ് UP സ്കൂളിലെ ഈ ബൂത്ത് എന്ന് പറയുന്നത്. സെന്റ് ജോസഫ് UP സ്കൂളിലെ ഈ ബൂത്ത് എന്ന് പറഞ്ഞാൽ വനിതകൾ മാത്രമായിരിക്കും, വനിതാ ജീവനക്കാർ മാത്രമായിരിക്കും ഈ പോളിംഗ് സ്റ്റേഷനിൽ തെരഞ്ഞെടുപ്പ് നടപടിക്രമങ്ങൾ നിയന്ത്രിക്കുക എന്നുള്ളതാണ് പ്രത്യേകതകൾ. ഇത്തരത്തിൽ ജില്ലയിലാകെ 15 പിങ്ക് പോളിംഗ് സ്റ്റേഷനുകളാണ് ഒരുക്കിയിട്ടുള്ളത്. അത് മാത്രമല്ല, പലതരത്തിലും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അതുപോലെ തന്നെ ജില്ലാ ഭരണകൂടം, കളക്ടറേറ്റ് തുടങ്ങിയവ ഉൾപ്പെടുത്തിക്കൊണ്ട് തെരഞ്ഞെടുപ്പിന്റെ പ്രവർത്തനങ്ങളെ വൈവിധ്യവൽക്കരണത്തിലൂടെ ശ്രദ്ധേയമാക്കാൻ വേണ്ടിയിട്ടുള്ളൊരു നടപടികളും സ്വീകരിച്ചിട്ടുണ്ട്. ഹരിത പെരുമാറ്റച്ചട്ടം പാലിച്ചുകൊണ്ടുള്ള തെരഞ്ഞെടുപ്പ്, അതുപോലെ തന്നെ മാതൃകാ പോളിംഗ് ബൂത്തുകൾ ഒക്കെ ഒരുക്കിക്കൊണ്ടുള്ള ഒരു തെരഞ്ഞെടുപ്പാണ് നടക്കാൻ വേണ്ടി പോകുന്നത്. ഏതായാലും തെരഞ്ഞെടുപ്പ് കമ്മീഷനും തെരഞ്ഞെടുപ്പ് അധികാരികളും അതുപോലെ തന്നെ സുരക്ഷയുമായി ബന്ധപ്പെട്ട് പോലീസും എല്ലാം വളരെ സുസജ്ജമായ നിലയിൽ തെരഞ്ഞെടുപ്പിന്റെ കാര്യങ്ങൾക്ക് ഒരുങ്ങിക്കഴിഞ്ഞു. രാവിലെ 7 മണിക്ക് വോട്ടെടുപ്പ് ആരംഭിക്കും. നിയമസഭാ തെരഞ്ഞെടുപ്പ് ദിവസം കണ്ണൂർ ജില്ലയിൽ ഒരുക്കിയിട്ടുള്ളത് 15 പിങ്ക് പോളിംഗ് സ്റ്റേഷനുകളാണ്. ഇവയിൽ വോട്ടെടുപ്പ് നടപടി നിയന്ത്രിക്കുക സ്ത്രീ ജീവനക്കാർ മാത്രമായിരിക്കും. പേരാവൂർ നിയോജക മണ്ഡലത്തിൽ കുന്നോത്ത് സെന്റ് ജോസഫ് UP സ്കൂളിലെ ഒരു ബൂത്ത് ഇത്തരത്തിൽ പിങ്ക് പോളിംഗ് സ്റ്റേഷനാണ്. പ്രിസൈഡിംഗ് ഓഫീസർ, ഫസ്റ്റ് പോളിംഗ് ഓഫീസർ, സെക്കൻഡ് പോളിംഗ് ഓഫീസർ, തേർഡ് പോളിംഗ് ഓഫീസർ തുടങ്ങി തിരഞ്ഞെടുപ്പ് പ്രക്രിയയിൽ ഉൾപ്പെടുന്ന എല്ലാ ഉദ്യോഗസ്ഥരും സ്ത്രീകളാണ് എന്നതാണ് പിങ്ക് പോളിംഗ് സ്റ്റേഷന്റെ പ്രത്യേകത. ഇരിക്കൂർ മണ്ഡലത്തിൽ കമാലിയ മദ്രസ AUP സ്കൂളിലെ ബൂത്തും ഇത്തരത്തിൽ പിങ്ക് സ്റ്റേഷനാക്കിയിട്ടുണ്ട്. തളിപ്പറമ്പൊഴികെ എല്ലാ മണ്ഡലങ്ങളിലും പിങ്ക് സ്റ്റേഷനുകളുണ്ട്. ഇതിനു പുറമെ ഓരോ നിയമസഭാ മണ്ഡലത്തിലും 5 വീതം മാതൃകാ പോളിംഗ് സ്റ്റേഷനുകളും ഒരുക്കിയിട്ടുണ്ട്. 1 മാസം നീണ്ടുനിന്ന വലിയ പ്രചാരണങ്ങൾ കഴിഞ്ഞ ദിവസം അവസാനിച്ചു. ഇനി കേരളം വോട്ടെടുപ്പിലേക്ക് നീങ്ങുകയാണ്. രാവിലെ 7 മണി മുതൽ മണ്ഡലങ്ങളിൽ സജ്ജീകരിച്ച ബൂത്തുകളിൽ വോട്ടർമാർ വോട്ട് രേഖപ്പെടുത്തും. ആർക്കനുകൂലമായാണ് ജനവിധി എന്നത് നാളെ നിശ്ചയിക്കപ്പെടുകയാണ്. രാവിലെ 7 മണിക്ക് വോട്ടെടുപ്പ് ആരംഭിക്കും. ക്യാമറാമാൻ ജിതിനൊപ്പം ഷിജിത്ത്, ഏജനറ്റ് ന്യൂസ്.